ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഞാനിപ്പോൾ കോയമ്പത്തൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് നേരെ സിംഗപ്പൂരിൽ. അപ്പോൾ എൻ്റെ ചേച്ചിയൊക്കെ സിംഗപ്പൂരാണ്. ചേച്ചിക്ക് ഉണ്ണിയൊക്കെ ഉണ്ടായിട്ടിരിക്കുകയാണ്, ഉണ്ണീനെ കാണാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് ദിവസം സിംഗപ്പൂരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. സിംഗപ്പൂർ വിശേഷങ്ങളും ചേച്ചിയെ ഉണ്ണീനെ കാണുന്നതും എല്ലാമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി നമ്മുടെ ചാനലിൽ ഉണ്ടാവുക. അപ്പോൾ ഗൈസ്, നമുക്ക് ഫോൺ വഴിക്കുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് കണ്ടുപോകാം. അപ്പോൾ എല്ലാവരും കൂടെ കൂടിക്കോ. ഓക്കെ. അങ്ങനെ എയർപോർട്ടിൻ്റെ അകത്തെത്തി. ഞാൻ ഓൾറെഡി എയർപോർട്ട് ചെക്കിനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ബാർ ഫ്ലൈ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു മിനി ബാർ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ കോയമ്പത്തൂർ എയർപോർട്ടിൽ. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഷെഡ്യൂൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ കയറാനുള്ള ടൈം ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ലഗേജൊക്കെ സ്കാൻ ചെയ്ത് കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് നേരെ ഞാൻ പോയത് എമിഗ്രേഷൻ്റെ കൗണ്ടറിലേക്കാണ്. അങ്ങനെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്നപ്പോൾ ആദ്യം അന്വേഷിച്ചത് ഞാൻ ലോഞ്ചാണ്. പക്ഷെ അവിടെ ലോഞ്ച് ഇല്ലായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, അവിടെ പുറത്തുള്ള ഒരു കഫേ തന്നെ വന്നു. അവിടെ നിന്ന് ഞാനൊരു കോളയും അതുപോലെ തന്നെ ഒരു എഗ് സാൻഡ്വിച്ചും പറഞ്ഞ് ഫുഡും കഴിച്ച് അവിടെ ഇരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം അവിടുത്തെ ലോബിയിൽ വെയിറ്റ് ചെയ്തു. ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകേണ്ട ക്യൂ ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേയായിട്ട് നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ ഒന്ന് സ്കാൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ അകത്തേക്ക് കയറ്റുക. അങ്ങനെ എൻ്റെ ബോർഡിംഗ് പാസ്സും സ്കാൻ ചെയ്തു. നേരെ വലത്തെ കാല് വെച്ച് ഫ്ലൈറ്റിലോട്ട് ഒറ്റ കേരള. അങ്ങനെ സെക്കൻഡ് റോയിൽ തന്നെ എനിക്ക് സീറ്റ് കിട്ടി. ഞാൻ എൻ്റെ സീറ്റിൽ കയറിയിരുന്നു. കഴിഞ്ഞ വട്ടം ഞാൻ സിംഗപ്പൂർ പോയത് സ്കൂട്ട് എന്ന് പറഞ്ഞ ഫ്ലൈറ്റിലാണ്. ഇപ്രാവശ്യം പോകുന്നത് ഇൻഡിഗോയിലാണ്. പക്ഷേ ഗൈസ്, സത്യം പറയാലോ, കാലൊക്കെ നീട്ടി വെച്ച് പുഷ് ബാക്ക് സീറ്റ് നല്ല സുഖമായിട്ടിരിക്കുകയായിരുന്നു. എല്ലാ സീറ്റൊന്നും ഫുള്ളല്ലായിരുന്നു കേട്ടോ. ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടിയതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയിട്ടോ. അങ്ങനെ 4.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്കൊടുവിൽ സിംഗപ്പൂർ എയർപോർട്ടിൽ വന്നിറങ്ങി. പിന്നെ ഇത് എക്സിറ്റ് അടിക്കലാണ് ഏറ്റവും വലിയ പണി. കാരണം ഭയങ്കര വലിയൊരു എയർപോർട്ടാണ് ഗൈസ് ഇത്. ഗൈസ്, നമ്മൾ അങ്ങനെ സിംഗപ്പൂർ എയർപോർട്ടിലെത്തി. ചാങ്ങി എയർപോർട്ട്. ഞാൻ ഉള്ളിലത്തെ കുറേ വിഷ്വൽ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല ഗൈസ്. ഫുൾ ബിസി ആയിപ്പോയി. ഇവിടുത്തെ എയർപോർട്ട് കാണാൻ തന്നെ അത്യാവശ്യം കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. പക്ഷെ കാണിക്കണമെന്നുണ്ടായിരുന്നു, ഒന്നും പറ്റിയില്ല. നമുക്കത് ഒന്നെങ്കിൽ റിട്ടേൺ പോകുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു ദിവസം എയർപോർട്ട് കാണാൻ വേണ്ടി തന്നെ വരാൻ പറ്റുമോ നോക്കാം. പിന്നെ അതിപ്പോൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരെ വീട്ടിലേക്ക്. ഇപ്പോൾ ഇവിടെ സമയം 4 മണി. നമ്മുടെ ഇന്ത്യൻ ടൈം ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ട്. വെളുപ്പിന് 1:30. അപ്പോൾ ഗൈസ്, വീട്ടിൽ ചെന്ന് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. കൊച്ചിനെയൊക്കെ ഒന്ന് കാണണം. കൊച്ചിനെ കാണാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇവിടേക്ക് വന്നത്. അങ്ങനെ ക്യാബ് വന്ന് ക്യാബിൽ കയറിയത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആളിതേ നല്ല സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കണം. എന്തേ 100 അടിക്കാറായിട്ടുണ്ട് ഗൈസ്. ആളുടെ ഓടിക്കൽ കാണുമ്പോൾ തന്നെ അറിയാം ആളൊരു പ്രോ ഡ്രൈവറാണ്. അങ്ങനെ ജസ്റ്റ് റീച്ചഡ്. അളിയ അളിയെ പെട്ടിയൊക്കെ എടുത്ത് ഉറങ്ങണം. അവൾ ഉറങ്ങണോ? അല്ല, സാധാരണ എണീക്കാറുണ്ടല്ലോ. ഇതാണ് ഇവരുടെ അപ്പാർട്ട്മെന്റ്. പകല് കാണിച്ചു തരാം. അന്നപ്പോൾ തന്നെ ബെയിലി എന്നെ തിരിച്ചറിഞ്ഞു ഗൈസ്. ആഫ്റ്റർ 2 years അല്ലേ? 2 വർഷമായില്ലേ ബെയിലി? യെസ്, വെരി ഗുഡ് ബോയ്. വെരി ഗുഡ് ബോയ്. മമ്മി ഉറങ്ങിയില്ലേ? മമ്മി എന്താ ഉറങ്ങാതെ? സന്തോഷം കാരണം ഉറങ്ങിയില്ല മമ്മി. അവൾ ഉറങ്ങുകയാണ്. നമുക്ക് വെളുപ്പിനെ കാണാം. ഉറങ്ങട്ടെ. നമ്മുടെ ബെയിലി ഇവിടെ ഉണ്ട്. ബെയിലി ഹായ്. യെസ് 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 യെസ്. അയ്യോ, എന്നെ തിരിച്ചറിഞ്ഞു 2 വർഷത്തിന് ശേഷം.